Hello all, welcome back to our channel. It's our own മിഠായി. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ബിഗ് ബോസിലെ നടന്നുണ്ടായ ഒരു ഇൻസിഡന്റിനെ കുറിച്ചാണ്. അതെ, ലക്ഷ്മി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു കോണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതെ, ലക്ഷ്മിയുടെ ആ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് ലെസ്ബിയൻ കപ്പിൾസിന്റെ ആ ഒരു കാര്യം, ആ ഒരു സംഭവം നോർമലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ഇന്നലത്തെ മെയിൻ കോണ്ടന്റ്. മോഹൻലാൽ സാറും ലക്ഷ്മിയുമായിട്ടുള്ള ആ ഒരു ചർച്ചാ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. പിന്നെ ലക്ഷ്മി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് അതിനുത്തരം പറയുന്നതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം പറയാം. ബിഗ് ബോസിലെ ലക്ഷ്മി എന്ന ഒരു കണ്ടസ്റ്റന്റിനെ എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. കാരണം ആളുടെ ആ ഒരു പെരുമാറ്റമൊക്കെ എനിക്ക് ബോസി, അതെ, അവർ ആ ഒരു ബിഗ് ബോസി പറയുന്ന ആ സെയിം വേർഡ് തന്നെ പറയുവാണെങ്കിൽ അതെ, ബോസി ഫീൽ മീൻസ് ആരോടും എന്താ ഒരു സോറി പറയാനുള്ള ഒരു തെറ്റുകൾ മനുഷ്യരാകുമ്പോഴത്തേക്കും തെറ്റുകൾ ഉണ്ടാകും. ആ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓക്കെ ഈവൻ നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്നു, അതെ, നമ്മുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും ഒരു സോറി പറയുന്നത് കൊണ്ടിട്ട് മനുഷ്യർക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിൽ ആ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റിനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഈഗോ പിടിച്ച് ഒരു രീതിക്കും ഇപ്പൊ ഒണിയിൽ പറയുന്ന പോലെ ആണുങ്ങളെ മൊത്തത്തിൽ ഇഷ്ടമല്ല എന്നുള്ള രീതിക്കുള്ള ഒരു പെരുമാറ്റമാണ്. അല്ലേ സ്റ്റെഫി? നിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് ലക്ഷ്മിയെ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഈ ലക്ഷ്മി പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നു. അതെ, അത് സ്റ്റെഫി പറഞ്ഞ പോലെ തന്നെയാണ്. ലക്ഷ്മി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മറ്റു കപ്പിൾസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് ട്രാൻസ്ജെൻഡർ അതുപോലുള്ള എനിക്ക് കൂടുതൽ ആ കാറ്റഗറീനെ കുറിച്ച് കൂടുതലായിട്ട് LGBTQI ആ ഒരു കാറ്റഗറീനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചൊക്കെ വലിയ നോളജ് ഇല്ല എങ്കിലും കുറച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ ബാക്കിയുള്ള ഇതൊക്കെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അവരുടെ മീൻസ് ഇപ്പൊ ട്രാൻസ്ജെൻഡറുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെയിലോ ഫീമെയിൽ ബോഡി ആയിട്ട് അവർ ജനിക്കുന്നു. പക്ഷെ അവരുടെ ഹോർമോൺ ഫുള്ളും ഇപ്പൊ ഇഫ് ഇറ്റ് ഈസ് ഒരു ഗേൾ ആണെന്നുണ്ടെങ്കിൽ അത് ബോയിന്റെ ആ ഒരു ഹോർമോണാണ് അവരുടെ ബോഡിയിൽ കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നതും അവർക്ക് ബോയ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം. ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരങ്ങനെ പോകുന്നു. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മീൻസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹോർമോണൽ ചേഞ്ച്. പക്ഷെ ഈ ലെസ്ബിയൻ ഗേ കപ്പിൾ അതിനെ കുറിച്ചുള്ള ഗേ ലെസ്ബിയൻ സെയിം തന്നെയാണല്ലോ, മീൻസ് ആ ഒരു സെക്ഷുവാലിറ്റി സെയിം തന്നെയാണല്ലോ. അപ്പൊ ആ ഒരു ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസിന്റെ ഒരു സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ ബേസിൽ ഞാൻ പറയാൻ പോവുകയാണ്. അതായത് ഞാൻ മുന്നൊരിക്കൽ സ്റ്റെഫിയോട് മീൻസ് ഈ റീസെന്റ് ആയിട്ട് സ്റ്റെഫിയോട് ഈ ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പേഴ്സണലി ആ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് എൻ്റെ 2-3 ഫ്രണ്ട്സ് ആ ഒരു കോളേജിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു ഫ്രണ്ട്സിനോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അവർ ഈ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് അറിയാൻ പറ്റും, ആ വ്യക്തികൾക്ക് മനസ്സിലാവും ആ വ്യക്തികളെയാണ് പറയുന്നത്. അതുപോലെ ഞാൻ ഇപ്പൊ ഈ ഒരു സ്റ്റോറി അല്ല, ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു നടന്ന സംഭവം പറയുമ്പോൾ ആ ഒരു വ്യക്തികൾ, ഞാനിപ്പോ പറയാൻ പോകുന്ന ആ വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കും ഈ ഒരു സംഭവം മനസ്സിലാകും. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞുതരാം. വേണ്ടല്ല, കോളേജ് +1 +2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം കോളേജിലോട്ട് അഡ്മിഷനായി. കോളേജിലോട്ട് പോയി, ഞാൻ കോളേജിന്റെ പേരൊന്നും പറയുന്നില്ല. കോളേജിലേക്ക് പോയപ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അധികം ഫ്രണ്ട്സ് ഒന്നും, മീൻസ് പുതിയൊരു കോളേജിലോട്ട് പോകുമ്പോഴത്തേക്കും പുതിയ അറ്റ്മോസ്ഫിയർ, അവിടെയുള്ള ആരെയും നമുക്ക് പരിചയമില്ല. അപ്പം ആ ഒരു രീതിക്ക് പോകുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ആരെയും അറിയാതിരുന്നപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അമ്മ ഞങ്ങളുടെ നാട്ടിലുള്ള തന്നെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. കുട്ടി ഇൻ ദ സെൻസ് സീനിയർ ആ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചീനെ അമ്മയ്ക്ക് അറിയുന്നതാണ്. അപ്പൊ അമ്മ എന്ത് തോന്നുന്നു, ആ ചേച്ചിയോട് പറഞ്ഞു ഇങ്ങനെയാണ്, എന്നെയും കൂടെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം, നമുക്ക് അറിയില്ല, പുതിയതായിട്ട് അവൾ ഇങ്ങനെ ഹോസ്റ്റലിലോട്ട് മാറി താമസിക്കുകയാണ്, അപ്പൊ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു അങ്ങ് പോയി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അഡ്മിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഇങ്ങനെ നാട്ടിലുള്ള തന്നെ വേറൊരു ഫ്രണ്ടുമായിട്ട് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഏത് കോളേജ് അഡ്മിഷൻ്റെ കാര്യവും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ആ ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആരെയും പരിചയമില്ല, ഇങ്ങനെ അമ്മ ഒരാളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്, അപ്പം ആ ആളെ മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പേരൊക്കെ ആ പേരും വ്യക്തിനെ കുറിച്ച് കേട്ടപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ആ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, മീൻസ് നീ ആ ഒരു വ്യക്തിയുമായിട്ട് ആ ഒരു പേഴ്സണുമായിട്ട് ഒരു രീതിയിലുള്ള കോണ്ടാക്ട്സും പാടില്ല, മീൻസ് ഇൻ ദ സെൻസ് വാട്ട് ഒരു അത്രയും ക്ലോസ് ആകാൻ പാടില്ല, ജസ്റ്റ് ഒരു ഹായ് ബൈ ബന്ധം അത് മാത്രം കീപ്പ് ചെയ്താൽ മതി. അപ്പം ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ആ ഒരു ആള് ശരിയല്ല, മീൻസ് ആള് ഒരു ലെസ്ബിയൻ കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടൈമിൽ ഈ ഒരു ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ലെസ്ബിയനോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു. മീൻസ് ലൈക്ക് എനിക്ക് കുറച്ച് ഒരു എക്സ്പ്ലനേഷൻ തന്നു. അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മീൻസ് അത് എങ്ങനെയാണ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ആ ഒരു ടൈമിലുള്ള കാര്യം പറയുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, പക്ഷെ ആ ഒരു കാര്യം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലോട്ട് വന്നു, ഹോസ്റ്റലിൽ സ്റ്റേ ആയി. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ സ്പെഷ്യൽ റൂംസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ തൊട്ടടുത്ത റൂമിലാണ് വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത്. ആ ഒരു വ്യക്തിയുടെ കാര്യം ഇങ്ങനെ സെയിം എൻ്റെ ലൈഫ് തന്നെയാണ്. ആ കുട്ടിയുടെ അമ്മയും ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് ഇയാളെ ഏൽപ്പിച്ചിട്ട്, മീൻസ് ഇയാളെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ആളെ എൻ്റെ തൊട്ടടുത്ത റൂമിലുള്ളതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിൽ സ്പെഷ്യൽ റൂമിലായിരുന്നു. അപ്പം ഈ ഒരു പറഞ്ഞ ഒരു പേഴ്സണില്ലേ, മീൻസ് ആ ഒരു പേഴ്സണായിട്ട് കൂടുതൽ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, മീൻസ് ലൈക്ക് എൻ്റെ അമ്മ ഏൽപ്പിച്ച ഒരാളുണ്ടല്ലോ, ആ ആള് വേറെ റൂമിലായിരുന്നു. അപ്പോൾ ആള് ലൈക്ക് സീനിയർ എന്ന രീതിക്ക് ഞങ്ങളോട് പറഞ്ഞു, ഹായ് എങ്ങനെയുണ്ട്, ഹോസ്റ്റലൊക്കെ എങ്ങനെയായി, ഓക്കെ ആയി, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കെയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു ഞാൻ ആ ഒരു വ്യക്തിയായിട്ട് മിണ്ടുന്നത്. പക്ഷേ മറ്റേ കുട്ടി ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇച്ചിരി ക്ലോസ് ആയതിനു ശേഷം എൻ്റെ മൈൻഡിൽ ഫുള്ളും ഈ ഒരു എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിൻ്റെ ആ ഒരു കാര്യം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് അത് ഒബ്സർവ് ചെയ്തായിരുന്നു, മീൻസ് കീനിൽ ഞാൻ ആ കാര്യങ്ങൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരുടെ ആ ഒരു പെരുമാറ്റം കുറച്ച് നാളുകൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള ആ ഒരു പെരുമാറ്റമൊക്കെ ലൈക്ക് ലെസ്ബിയൻസിൻ്റെ ആ ഒരു പെരുമാറ്റമായിരുന്നു. അപ്പോഴത്തേക്കും കുറേ നാളുകൾക്ക് ശേഷം ഒരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായി, ലൈക്ക് നേരിട്ട് ആ ഒരു സംഭവം കാണുന്ന രീതിക്കുള്ള ഒരു ഇൻസിഡൻറ്റും കൂടെ എനിക്കുണ്ടായി. ഞാൻ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ സത്യം മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടു. മീൻസ് അവര് പുറത്ത് ഒഫീഷ്യലി അത് പുറത്ത് അവര് പറയാൻ എക്സ്പ്ലോർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവര് സീക്രട്ട് ആയിട്ട് അവർ ഒരു ലെസ്ബിയൻ കപ്പിൾസ് എന്തൊക്കെ രീതിയിൽ പെരുമാറോ ആ ഒരു രീതിക്ക് ലൈക്ക് സെക്ഷലി ആ ഒരു ബന്ധപ്പെടൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് കണ്ടു. പിന്നെ പിന്നീട് ഞാൻ പറഞ്ഞില്ല, ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴത്തേക്കും നിർഭാഗ്യവശാൽ എനിക്ക് അവരുടെ ഒപ്പം ഒരു ദിവസം സ്റ്റേ ചെയ്യേണ്ടി വന്നു. ആ സ്റ്റേ ചെയ്ത ദിവസം അവർ തമ്മിലുള്ള ആ ഒരു സെക്ഷുവാലിറ്റി ആ ഒരു സംഭവം എനിക്ക് അത് കാണേണ്ടി വന്നു. മീൻസ് ലൈക്ക് ഞാൻ ആ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊന്നല്ല, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം എനിക്ക് അവരുടെ ഒപ്പം സ്റ്റേ ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ലൈക്ക് ഞാൻ ഇങ്ങനെ ഒരു പേഴ്സൺ, ഒരു തേർഡ് പേഴ്സൺ അവിടെ ഉണ്ടെന്നുള്ള ആ ഒരു മര്യാദ പോലും കാണിക്കാണ്ട് അവർ സെക്ഷലി അവർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ മീൻസ് എനിക്ക് ഒരു റൂം അങ്ങ് മാറി കിടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഉറക്കം വരാണ്ട് ഞാൻ അവിടെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഉറങ്ങണമെന്നുള്ള രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു. പെട്ടെന്ന് ഇവരുടെ സൈഡിലോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ നെട്ടിക്കുന്ന ഒരു സംഭവം ആ ഒരു കാര്യങ്ങളായിരുന്നു. എനിക്കത് കണ്ടിട്ട് എനിക്ക് അവരുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് കണ്ണു തുറന്നിട്ട് ഞാൻ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ഷൗട്ട് ചെയ്താൽ എനിക്ക് നേരെ എന്തെങ്കിലും പിന്നീട് ഫ്യൂച്ചറിൽ എൻ്റെ ഒരു ഇതിനെ ബാധിക്കുമോ എന്ന് പറഞ്ഞിട്ട്, മീൻസ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറാണ്, വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതാണ്. മീൻസ് ഇത്രയും ഡിസ്റ്റൻസിൽ ഞാൻ ഇങ്ങനെ താമസിച്ചിട്ടില്ല. വീട്ടിൽ പാരൻസിന് അവരാരെയും വിട്ട് അങ്ങനെ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല, ഫസ്റ്റ് ടൈം പോകുന്നു. അപ്പം എനിക്കത് ഒരു സ്കെയറി ഫീലായിരുന്നു. സോ ഞാനത് ആ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള രീതിക്ക് ഞാൻ കുറേ അധികം അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ ഇവരെ അറിയിക്കുന്ന അതായത് ഇവരെ ഒന്ന്
എന്താ പറയുക, നോർമൽ സിറ്റുവേഷനിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സാവകാശമൊക്കെ ഞാൻ എൻ്റെതായ രീതിക്ക് ഒരു എന്താ പറയുക ഒരുക്കങ്ങളൊക്കെ മീൻസ് ലൈക്ക് മുന്നറിയിപ്പൊക്കെ കൊടുത്തിട്ട് അപ്പോഴത്തേക്കും അവർ നോർമലായപ്പോൾ ഞാനും പതുക്കെ കണ്ണു തുറന്നു. എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ല, റൂം മാറിയപ്പോൾ എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ആ റൂമിൽ നിന്നും എസ്കേപ്പ് ആവുകയായിരുന്നു ഞാൻ ചെയ്തത്. അതിനുശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും അവർ സെയിം വേ തന്നെയാണ്, സെയിം രീതിക്കൊക്കെ തന്നെയാണ്. ലൈക്ക് എപ്പോഴും ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അവർ ആ ഒരു രീതിക്കുള്ള ബന്ധം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോഴത്തെ ലൈക്ക് എന്താ പറയുക, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ല. മീൻസ് ലെസ്ബിയൻ ഗേ ആ ഒരു ടൈമിൽ ലെസ്ബിയൻ ഗേ ട്രാൻസ്ജെൻഡർ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ലായിരുന്ന സമയത്താണ്, അപ്പോൾ ഉള്ള കാര്യമാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയുന്നത് ഒരു ബൈസെക്ഷൽ രീതിക്കുള്ള ആ ഒരു ബന്ധം മാത്രമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവില്ലാതിരുന്നു. ലൈക്ക് ഒരു ബൈസെക്ഷൽ കപ്പിൾസ് എങ്ങനെയായിരിക്കും ആ ഒരു രീതിക്കായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പെരുമാറ്റം. അപ്പോൾ എന്നിട്ടും അത് കഴിഞ്ഞു, സെക്കൻഡ് ഇയർ ആയി. സെക്കൻഡ് ഇയറിലും ലൈക്ക് ഞാൻ അവരുടെ ഭാഗത്തു നിന്ന് അവരുടെ റൂമിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എങ്ങനെയോ എസ്കേപ്പ് ആയി. മീൻസ് എനിക്ക് അവരുടെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മ സ്പെഷ്യൽ റൂം വേണ്ട എന്ന് പറഞ്ഞ് നോർമൽ മീൻസ് കോമൺ റൂമുണ്ട് ഞങ്ങൾക്ക്, ആ കോമൺ റൂമിലോട്ട് പോയി എനിക്ക് വേറെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഫ്രണ്ട്സിലൊക്കെ ഉള്ളതാണ് ഇവർ. ആ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി, അവരുടെ ഒപ്പമായിരുന്നു. അപ്പം അവരും പക്ഷേ സെയിം ടൈം അവർ രണ്ടുപേരും ഒരു റൂമിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അതങ്ങ് പോട്ടെ. അപ്പം നമുക്ക് ഓക്കെ, ഈ പറഞ്ഞ രീതിക്ക് ഈ എന്താ ലെസ്ബിയൻ ആ ഒരു സമൂഹം ആ സമയത്ത് തന്നെ ഈ ഹോസ്റ്റലിൽ ഏകദേശം പിള്ളേർക്ക് അറിയാം ഇവരങ്ങനെയാണ്. ഏകദേശം പിള്ളേർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇൻസിഡന്റ് ജാനറ്റ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. നിനക്ക് അറിയാം, ഏകദേശം എല്ലാവർക്കും അറിയാം ഇവര് ഒരുമിച്ചാണ്. ഒരു എന്തോ ഒരു അതായത് ലൈക്ക് ലെസ്ബിയൻ ആണെന്ന് അറിയില്ല, പക്ഷെ ഒരു ബോണ്ട് ഉണ്ട് എന്നുള്ളത് അത് എനിക്കും അറിയാം. ഒരിക്കലും പിരിയാൻ പറ്റാത്ത ഒരു ഇവരെങ്ങനെയാവും എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ അതെനിക്കും അറിയായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ, എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സ്, വേറെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ എന്നോട് പറയുന്നു, ഓ പാവം, ലൈക്ക് ആ ഒരു സീനിയർ അല്ലേ, മീൻസ് തേർഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും ആ ആൾ ഇവിടെ നിന്ന് പോവാണ്. അപ്പം ഞങ്ങളുടെ കൂടെയുള്ള ആ ഒരു ഏജിലുള്ള ആ ഒരു കുട്ടി തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഒറ്റയ്ക്കാവും, മറ്റേ ആൾ പോകുമല്ലോ. ആ ഒരു രീതിക്ക് ഞങ്ങളുടെ അവിടെ ടോക്ക് നടക്കുന്നുണ്ട്. അപ്പോഴെല്ലാം എനിക്ക് ഈ കാര്യം അറിയുന്നതുകൊണ്ട് ഞാൻ തലയാട്ടിയിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഈ ലെസ്ബിയൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഫർമേഷനും അറിവും അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ സജ്ജീകരണമൊക്കെ വരുന്നത്. ആ ഒരു ടൈം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ അറിവില്ലായിരുന്നെന്നല്ല, അതപ്പോൾ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു കൂടുതൽ വേണ്ടിയിട്ട് അയ്യോ എന്നുള്ള മട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, എന്താ പറയാൻ പിന്നെ ഫിനിഷിങ് ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഞാൻ പറയാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഓക്കെ, ലെസ്ബിയൻ അതിനോടൊക്കെ ഞങ്ങളും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ലൈക്ക് ട്രാൻസ്ജെൻഡർ അവരുടെ ആ ഒരു ഹോർമോണൽ ചേഞ്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവട്ടെ, അവരുടേതായിട്ടുള്ള മനുഷ്യരാണ് അവരും. ആ ഒരു കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഞാനായാലും സ്റ്റെഫി ആയാലും തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവര് ഒരു ആണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിക്കായിരിക്കും ചിലപ്പോൾ ഇവർ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ചിലപ്പോൾ ഇവരെനിക്ക് ഹോർമോണൽ ചേഞ്ചസ് ആവാൻ എനിക്കൊരിക്കലും ഇവർ ഈ ലെസ്ബിയൻസ് കപ്പിളിന് ഒരിക്കലും ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ കേസിൽ തന്നെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആൾക്കാരുടെ കേസിൽ തന്നെ അല്ല, ഞാൻ പറയട്ടെ സ്റ്റെഫി, ഇപ്പം ഞാൻ അറിഞ്ഞ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആ ഒരു മീൻസ് അതുപോലെ തന്നെ ഓരോരോ കാറ്റഗറി ഉണ്ട്. അവർക്ക് ഓരോരുത്തരുടെ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു അനുഭവം വെച്ചിട്ട് ഈ കാര്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ പറയുന്ന പോലെ ഓക്കെ ചിലപ്പോൾ മനുഷ്യരാണ്. ഇപ്പൊ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡറുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ അവര് ഒരു പെണ്ണായിട്ട് ജനിക്കുന്നു, പക്ഷേ അവർക്ക് ഒരു ബോയ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ടാണ് അവൻ ജനിക്കുന്നത്. അവരുടെ ഫുൾ ബോഡി പാർട്സ് ഫുള്ളും ആണായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ ആ ഒരു ബോയ്ക്ക് പൊട്ടു തൊടണം, പൂ വയ്ക്കണം, കൺവെഷി ഇടണം, ലിപ്സ്റ്റിക് ഇടണം, ലേഡീസ് ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇടണം. അതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈക്ക് ഹോർമോണൽ ചേഞ്ചസ് ആണ് അവരുടെ ഉള്ളിൽ, അവരുടെ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് ആണ്. ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് ആണ് അവരെ ഈ ഒരു രീതിക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് നമ്മൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ്.
അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ലെസ്ബിയൻ്റെ കേസിൽ എനിക്ക് കുറച്ച് റീഡ് ചെയ്തു, പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തികൾ ഇത്രയും ക്ലോസ് ആയിരുന്നു, ഭയങ്കര സീനൊക്കെ ആയിരുന്നു. ലൈക്ക് ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലും ബഹളവും, അവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. കാരണം 3rd ഇയർ ആകുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് അവിടെ നിൽക്കാനുള്ള ആ ഒരു അവകാശം ഇല്ല. എന്തായാലും ആ വ്യക്തി അവിടെ നിന്ന് മാറേണ്ടത് തന്നെയാണ്. അപ്പോഴത്തേക്കും ഈ ഒരു ജൂനിയർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഒപ്പമുള്ള ആ ഒരു ഫ്രണ്ടിന് അവിടെ സർക്കം ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അയാളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് അയാൾക്ക് അവിടെ നിന്നേ പറ്റത്തുള്ളൂ. പക്ഷെ മറ്റേ സീനിയർ ആൾക്ക് അവിടെ നിന്ന് പോയേ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു 1 ഇയർ ഗ്യാപ്പ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ഒരുപോലെ കണ്ടതാണ്. അപ്പം ഞങ്ങളെല്ലാവരും അവരുടെ ആ ഒരു സങ്കടത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, യെസ് പാവം അവരെങ്ങനെയായിരിക്കും അയ്യോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയെന്ന് പറയുന്നത്, ഇപ്പോഴല്ല, അവർ ഇറങ്ങി പോയി ഒരു 1 ഇയർ 2 ഇയേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ അതിലുള്ള ആ ഒരു മെയിൻ സീനിയർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു പുരുഷനുമായിട്ട് കല്യാണം കഴിഞ്ഞു. അവർക്കിപ്പോൾ 2 or 3 കുട്ടികളുണ്ട്. ലൈക്ക് അതുപോലെ തന്നെ ആ ഒരു ജൂനിയർ പുരുഷനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നു എന്ന് പറയുന്നതിൽ തന്നെ മറ്റേ ബന്ധം അതിനെക്കുറിച്ച് പറയാം. ആ ജൂനിയർ എന്ന് പറയുന്ന ആള് വേറെ ഒരു പുരുഷനെ കല്യാണം കഴിഞ്ഞ് ഇന്ന് അവർക്ക് 2 കുട്ടികളുണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നതിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ലെസ്ബിയൻ എന്ന് പറയുന്നത് ഓക്കെ, അവർക്ക് ഒരിക്കലും പുരുഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പുരുഷ ബന്ധം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു സ്ത്രീ ബന്ധം മാത്രമേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ. അവരുടെ ആ ഒരു ബോഡിയുടെ എന്തോ അവരുടെ തമ്മിലുള്ള ആ ഒരു മനസ്സുകൾ തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നു എന്നാണ്. അപ്പം അത് നമുക്ക് കുറ്റം പറയാം. അപ്പോൾ നമുക്കത് എന്താ പറയേണ്ടിയിട്ട് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനോ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നിനും നമുക്ക് സാധിക്കത്തില്ല. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ ഇപ്പോൾ ഒരു പുരുഷനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റി? ഇപ്പോൾ അവർ ഒരു പുരുഷനെ മാരേജ് ചെയ്ത് അവരുടെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധം എന്താണ്? അപ്പോൾ സ്റ്റെഫിയുടെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായത് ലെസ്ബിയൻ ഓർ ഗേ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സമയത്തുള്ള ആ ഒരു സെക്ഷൽ വികാരം വരുമ്പോഴത്തേക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ മാത്രം അവര് ആ ഒരു ഇപ്പം ഒരു ഗേളാണ് അവരുടെ മുന്നിൽ ഉണ്ടെങ്കിൽ അവർ ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പം ഞങ്ങളിപ്പം ഈ ഒരു സംഭവം ഞങ്ങളുടെ മുന്നിൽ പറയുന്നത് വെച്ചിട്ട്, ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തത് വെച്ചിട്ട് നിങ്ങളുടെ അറിവ് വെച്ചുകൊണ്ടും ഞങ്ങൾക്കൊന്ന് ഇതെന്താണെന്നൊന്ന് ക്ലിയർ ചെയ്ത് തരിക, അല്ലേ? ഇതാണ് ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടത്. ഇന്നലെ ലക്ഷ്മി പറഞ്ഞത് ആ ഒരു കാര്യത്തിനോട് ലക്ഷ്മി പറയുന്ന ആ ഒരു ടൈം ഞാനും ലക്ഷ്മിക്കൊപ്പം ഇങ്ങനെ തലയാട്ടി നിൽക്കുമായിരുന്നു. അപ്പം പക്ഷെ ലാലേട്ടന് അവളെ കൂടുതൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഒരു വ്യക്തി ഇപ്പൊ ലൈക്ക് ഇതുപോലെ തന്നെ ഒരു സെക്ഷുവാലിറ്റി ബന്ധം ആ ഒരു വ്യക്തിക്ക് ഉള്ള ആ ഒരു അവകാശം മാത്രമാണ്. അവർക്ക് ആരോട് എങ്ങനെയാണ് ബൈസെക്ഷൽ ഹോമോസെക്ഷൽ എങ്ങനെയാണെന്നുള്ളത് അവരുടെ മാത്രമായിട്ടുള്ള ആ ഒരു എന്താ പറയുക അവകാശമാണ്. അതുപോലെ തന്നെയാണ് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യണം, ആ ഒരു സമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് അവരുടെ മാത്രമായിട്ടുള്ള അവകാശമാണ്. അതിപ്പം ലക്ഷ്മിയുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അവർക്ക് അവളുടെ ആ ഒരു അവകാശം അവളുടെ ആ ഒരു പറഞ്ഞു, അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ആദിലയും നൂറയും ഭയങ്കര ഇഷ്ടമാണ്. ആദിലയും നൂറയും ഇഷ്ടമല്ല എന്നുള്ളതൊന്നുമില്ല. ആദിലേ ആയിരുന്നാലും നൂറയായിരുന്നാലും ഞങ്ങൾക്ക് ലൈക്ക് ലക്ഷ്മിയേക്കാളല്ല നല്ല ഇഷ്ടമാണ്. അതെ, സത്യം. അവരുടെ ഈ ഒരു ഇതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്. അവരുടെ ഈ ഒരു ഇതെന്നല്ല, ഈ ലെസ്ബിയൻസിന്റെ ആ ഒരു സംഭവത്തിനോട് ഞങ്ങൾക്ക് യോജിക്കും. കാരണം ഞങ്ങൾ ഒരു ലേഡീസ് കോളേജിലായത് പഠിച്ചിരുന്നത് കൊണ്ട് അറിയാം, ഏകദേശം അങ്ങനെ കണ്ട് ഇതായതല്ലേ. അതെ, ലൈക്ക് ഞാൻ ഈ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരുന്നില്ലേ,
അവരും ലേഡീസ് ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ ലേഡീസ് ഹോസ്റ്റലിലായിരുന്നപ്പോൾ ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ആ ഒരു ഫ്രണ്ടും എന്നോട് ഷെയർ ചെയ്തത്. പിന്നെ ഞാൻ പഠിക്കാൻ പോയതും ലേഡീസ് കോളേജ് ആയിരുന്നു. അവിടെ ലേഡീസ് ഹോസ്റ്റലിൽ ഞങ്ങളായിരുന്നപ്പോൾ ഉള്ള ഇൻസിഡൻ്റ് ആണ്. ആ ഒരു വ്യക്തിക്ക് ലൈക്ക് ആ ഒരു സീനിയർ പേഴ്സണ് ആ ഒരു സെക്ഷൽ ബന്ധം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ലൈക്ക് വേറെ കോളേജ് സ്കൂൾ ടൈം ആയിരുന്നപ്പോൾ അവിടെയുള്ള ഒരു ഹോസ്റ്റലിലെ ഒരു കുട്ടിയുമായിട്ടാണ് ആ ഒരു വ്യക്തി ബന്ധം കൊണ്ടുപോയിരുന്നത്. സീനിയർ ആയപ്പോഴത്തേക്കും കോളേജിൽ എത്തിയപ്പോഴത്തേക്കും വേറൊരാളുമായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു വ്യക്തിക്ക് മാത്രമുള്ള പ്രശ്നമാണ് അത് ലെസ്ബിയന്റെ കാറ്റഗറിയിൽ. പക്ഷേ ഇയാൾക്ക് മനസ്സിലാവാത്തതായിരിക്കും, രണ്ടാമത്തെ ആൾക്ക് ആ ഒരു കാറ്റഗറിയിൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി വീണ്ടും വിവാഹം ചെയ്തത് ഒരു പുരുഷനെയാണ്. അത് പുരുഷനെ പോരാത്തതുകൊണ്ട് 2 മക്കളും ഉള്ളതല്ലേ. അപ്പൊ ഒരിക്കലും ആ ഒരു കാറ്റഗറിയിൽ ഇയാളെ പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഇൻസിഡന്റ് എന്താണ്? അല്ല, പറഞ്ഞു വരുന്നത് ആ ഒരു കോളേജ് സമയത്ത് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഓക്കെ ആയിരുന്നു. ലൈക്ക് ലെസ്ബിയൻ എന്നൊരു കാറ്റഗറി ഉണ്ട് എന്നുള്ളത് ഞാൻ അപ്പോൾ ലേൺ ചെയ്ത് അപ്പോഴാണ് ഞാൻ അറിയുന്നതും അപ്പോഴതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിച്ചതും. അത് അറിഞ്ഞത് വെച്ചിട്ട് എനിക്ക് അവരുടെ ആ ഒരു എന്താ പറയണ്ട ആ ഒരു ബന്ധം എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് അവർ തമ്മിലല്ല ഇപ്പോൾ അവർ ജീവിക്കുന്നത്. അവരിപ്പം ബൈസെക്ഷൽ ആണ്. ഇപ്പം 2 വ്യക്തികൾ ഇപ്പം ബൈസെക്ഷൽ ആണ്. അപ്പോൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ലെസ്ബിയൻ എന്ന് പറയുന്നത് അതാണ് ഞങ്ങൾക്കുള്ള ഒരു ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണമായിരുന്നു. ആ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ്, അല്ലാണ്ട് ലെസ്ബിയൻ കപ്പിൾസിന് എതിരായിട്ടൊന്നും അല്ല ഈ സംസാരിച്ചത്, അല്ലേ? ലെസ്ബിയൻസിന് എതിരായിട്ട് ലെസ്ബിയനോ വാട്ടെവർ ഈ LGBT പോലുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുന്നവർക്ക് ആരെയും എതിരായി നിന്നുകൊണ്ടല്ല, പേഴ്സണലി ഞങ്ങൾക്ക് നടന്ന ആ ഒരു ഇൻസിഡന്റ് വെച്ചുകൊണ്ട് ആ ഒരു ഇൻസിഡന്റിന്റെ ബേസിൽ ഞങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മീൻസ് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അത് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം ആ ഒരു ഇൻസിഡന്റിന്റെ ബേസിൽ ഞങ്ങൾക്ക് ലെസ്ബിയൻ കപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യണം, മീൻസ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അത്രയേ ഉള്ളൂ, കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.